ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മോന് താടവീക്കത്തിൻ്റെ ഫുള്ളായിട്ടാണ് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. എനിക്ക് രണ്ട് സൈഡിലും ചെറുതായിട്ട് കഴലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് എടുത്താണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ ഇത്രയൊക്കെ ദിവസം ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സത്യത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഞങ്ങൾ ഏകദേശം OP ടൈം കഴിയേണ്ട ടൈമിലാണ് അവിടെ എത്തിയിട്ട്. എന്നിട്ട് കൂടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാ ഒരാൾ വണ്ടിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഇപ്പച്ചി എടുക്കാൻ പോയിട്ട് സമ്മതിക്കാണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവിടെ എത്തിയിട്ടോ. നിങ്ങൾ കാണണമെന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇതാ കണ്ടോ, കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കഴലിൻ്റെ ഇതുപോലെ. നമ്മളിതാ ഇനി അവിടുന്ന് കാണിച്ചു ഇറങ്ങിയിട്ടോ, മരുന്നൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസത്തിനോളം മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് വിട്ടാക്കിട്ടോ. ഇനി വീടെത്തിയപ്പോൾ മോനിക്ക് കുഴക്കട്ട കഴിക്കാനൊരാഗ്രഹം. കുഴക്കട്ടയോ പിന്നെന്താ തന്നെ പറയുക, ഓരോ ഭാഗത്ത് ഓരോന്നായിട്ടാണ് കേട്ടോ പറയുക. മറ്റേ വേറെന്തൊരു സംഭവമുണ്ട്, പേര് മറന്നുപോയി പെട്ടെന്ന്. അതാ നമ്മളൊരു തേങ്ങ എടുത്ത് ഒടിച്ചു കിട്ടോ. അപ്പോൾ അതിന് വെള്ളത്തിന് അവിടെ ആൾ വരിയായി നിൽക്കുന്ന കേട്ടോ, എൻ്റെ അഫിമോനും ഹിസമോൾക്കും. ഇതാ തേങ്ങയൊക്കെ നമുക്കൊന്ന് ചെരുവി സെറ്റാക്കി എടുക്കാം. ഫ്രഷായിട്ട് അപ്പോഴേക്കപ്പോൾ പൊട്ടിച്ച തേങ്ങ വന്നാൽ നല്ല അതിൻ്റെ പാലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് നന്നായി ചിരവി എടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു വലിയൊരു തേങ്ങാമുറി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് പാവ് കാച്ചാൻ വെച്ചു. ഇനി ഞാൻ അതിനെ അരിച്ചൊഴിച്ചിട്ടാണ് കേട്ടോ ഇതാക്കണം. കാരണം അതിൽ നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. പിന്നെ അത് ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഞാൻ അരിച്ചൊഴിച്ച് വെച്ച് ആ ഒരു വെള്ളത്തിൻ്റെ പാവ് വീണ്ടും അതിലോട്ട് തന്നെ ഒഴിച്ചു കേട്ടോ. ചട്ടിയൊക്കെ ഒന്ന് ആ ഒരു പാനൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് ഒഴിച്ചു കേട്ടോ. ഞാൻ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. തിള വന്നു കേട്ടോ. തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മളവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഫുള്ളായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം തേങ്ങയും ആ ഒരു മധുരത്തിൽ അങ്ങോട്ട് ഫുള്ളായി അങ്ങോട്ട് ലയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങയും വെല്ലവും മാത്രമാകുമ്പോൾ ഒരു കഴിക്കാൻ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഒരു സാധനം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ അവിൽ. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു ബാറ്റർ അതിലൊന്ന് മിക്സായിട്ടൊന്ന് സെറ്റ് ആവണ്ടേ, അപ്പോൾ അതിനുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ ഒരു സ്പൂണ് ഗീ കൂടെ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ മാവ് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ വാട്ടി അതിനെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സില്ലേ അതിലോട്ട് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അതിനെ ബോൾ ഷേപ്പിലാക്കിയ കുഴക്കട്ടയായി, ഈ ഷേപ്പിലാക്കിയ പൂവട എന്നൊക്കെ പറയും കേട്ടോ. എനിക്കറിയില്ല സത്യത്തിൽ ഇതൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഇതിൽ ആവിയിലിട്ടിട്ട് ഇനി അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനൊന്ന് വെന്ത് വരട്ടെ. അതൊക്കെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. കാരണം നമ്മൾ മാവൊക്കെ ഓൾറെഡി വാട്ടി ഇതാക്കിയല്ലേ. അവിടെ പൊട്ടി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വാഴൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ടാക്കണേ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഒരു വാഴൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയത്. മോൾക്ക് പിന്നെ ഈ ബോൾ പോലെ ആക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.